ഡോക്ടർ ജിൻഡോ ജോൺ, പുതിയ പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്നിപ്പോൾ BJPയുടെ പല പോസ്റ്റുകളിൽ നിറയുന്നത്. അതായത് പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് CJPക്ക് ഒരു രാഷ്ട്രീയമായ ഇടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നത്. ഇത് നിങ്ങളുടെ ജയമല്ല, പ്രതിപക്ഷത്തിന്റെ ജയമല്ല, CJPയുടെ മാത്രം എന്ന് പറയുന്ന ക്രെഡിറ്റ് നിലവിൽ പെട്ടെന്ന് CJPക്ക് കൊടുക്കാനുണ്ടാകുന്ന BJPയുടെ താല്പര്യം എന്തായിരിക്കും? മാധു, ഇതിൽ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട. കൃത്യമായിട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ എല്ലാ ക്രെഡിറ്റും തെരുവിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇവിടെ വലത് നിരീക്ഷകനായിട്ടുള്ള ജയപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി ജൂൺ 17 കോട്ടയിലെ സമ്മേളനം കഴിഞ്ഞ് പിന്നെ രാജ്യത്തുണ്ടായില്ലെന്ന്. അദ്ദേഹം പത്രം വായിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ട്. ജൂലൈ 17 ഡെറാഡൂണിലും വിദ്യാർത്ഥികളുടെ റാലിയും പൊതുസമ്മേളനവും നടത്തിയ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് 10-20 ദിവസം രാജ്യത്തിന് പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വകാര്യ യാത്രകളുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ യാത്രകളോ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം പറയൂ എന്നുള്ളതാണ്. പുനഃപരീക്ഷ നടത്തി എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു നേട്ടം. 47 ഉദ്യോഗസ്ഥരെ NTAയിൽ നിന്ന് പുറത്താക്കി. അവരുടെ നേതൃത്വത്തിലാണ് ഈ പുനഃപരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയത്. എന്തിന്റെ പേരിലാണ് ഈ 47 പേരെ പുറത്താക്കിയത്? 83 ദിവസം മുമ്പ് ചോദ്യപേപ്പർ ചോർന്നിട്ടും ഇപ്പോൾ പുറത്താക്കിയ 47 പേരെ എന്തിനു സംരക്ഷിച്ചു? അവർ കുറ്റക്കാരായതിന്റെ പേരിലാണ് 47 പേരെ പുറത്താക്കിയെങ്കിൽ ആ കുറ്റക്കാരെ 83 ദിവസം സംരക്ഷിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പല്ലേ? അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഉത്തരവില്ല. നരേന്ദ്രമോദി എന്താണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യോത്തരത്തിന് നിൽക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പാർലമെന്റിൽ മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് പാർലമെന്റിൽ നിന്ന് ഒളിച്ചു കളിക്കുന്നത്? ഇതിനൊന്നും ഒരു ഉത്തരവില്ല. ഇപ്പൊ ക്രെഡിറ്റ് കോൺഗ്രസിനല്ല, പ്രതിപക്ഷത്തിനല്ല, വേണ്ടെന്നേ. ഞങ്ങൾക്ക് ക്രെഡിറ്റ് അല്ല ആവശ്യം, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് മാറ്റമാണ് ആവശ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മാധു, ഇതില് ഈ സമരത്തിന് തുടക്കം മുതലേ സമര രംഗത്ത് നിരവധി സംഘടനകൾ ഉണ്ടായിരുന്നു. NSU ഉണ്ടായിരുന്നു, SFI ഉണ്ടായിരുന്നു, യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പലരും നേരിട്ട് പോയിട്ടുള്ളവർ, പോകാത്തവരുണ്ട്. പല രീതിയിലാണ് അതിനെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വേദി കൈയടക്കി അത് ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നില്ല. വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന, ആണി പതിച്ച ലാത്തി കൊണ്ട് അടിക്കുന്ന, പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്ന, അതിക്രൂരമായി മർദ്ദിക്കുന്ന, ലൈംഗിക അധിക്ഷേപവും അക്രമവും നടത്തുന്ന പോലീസിനെതിരെ നടപടി സ്വീകരിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി സമരം ചെയ്ത് മുഖത്ത് ചവിട്ടേറ്റ ആളുടെ പേരാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. എന്നിട്ടും ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണം. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് അല്ല പ്രശ്നം, ഞങ്ങൾക്ക് ഇതിലെ തീരുമാനമാണ് വേണ്ടത്. നമ്മൾ കർഷക സമരം നടന്നപ്പോ, CAA വിരുദ്ധ സമരം നടന്നപ്പോ, SIR വിരുദ്ധ സമരം നടന്നപ്പോ, കാശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞ സമരം നടന്നപ്പോ, ആർട്ടിക്കിൾ 370 വിരുദ്ധ സമരം നടന്നു, അത് റദ്ദാക്കിക്കൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾ സമരം ചെയ്ത വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെ ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രൊപ്പഗാൻഡയാണ്, അമേരിക്കയുടെ ഫണ്ടിംഗ് ആണ്, സോറോസിന്റെ ഫണ്ടിംഗ് ആണ്, വിദേശ ഏജൻസികളുടെയാണ്, പാകിസ്ഥാൻ ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു നൂലിന്റെ ഇട പോലും കൊടുക്കാതെ കൃത്യമായി പൊളിറ്റിക്കലി ഞങ്ങൾ ഈ സമരത്തെ അഡ്രസ് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് അല്ല ആവശ്യം. പുതിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്ത് വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിൽ പാർട്ടികളുടെ എണ്ണം കൂടുന്നത് എപ്പോഴും ജനാധിപത്യത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ പാർട്ടികൾ BJPയുടെ NDAയുടെ ചേരിയിൽ പോയി ചേരാതിരുന്നാൽ മാത്രം മതി. മുൻപും പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല പാർട്ടികളും ഉണ്ടായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികൾ, അവരൊക്കെ എന്തായിരുന്നു അവസാനം സംഭവിച്ചതെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിലൊരു രാഷ്ട്രീയ കൗതുകം നിലനിൽക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിലപാട്, അവരെടുത്ത സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അതിന് എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്ന നിലപാടല്ല ഇതുവരെ എടുത്തത്. അതിനപ്പുറത്ത് രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി അവരുടെ നിലപാട് എത്രത്തോളം സംഘപരിവാർ വിരുദ്ധമാണെന്ന് ഓരോ വിഷയത്തിലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് നേരിടുന്ന ആൾക്കൂട്ട വേട്ട അടക്കമുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷവും ദളിതരും നേരിടുന്ന അക്രമങ്ങൾ, രാജ്യത്തെ തൊഴിലില്ലായ്മ, പട്ടിണി, അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനം, സുപ്രീം കോടതി അടക്കം, ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ, മോഷ്ടിച്ചെടുക്കുന്ന ജനാധിപത്യം, വോട്ട് ചോരി, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ക്രെഡിറ്റ് വേണ്ട. പക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യത്തിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സമരത്തോടൊപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണി കക്ഷികളും നടത്തിയ സമരം കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും BJPയുടെ നേതാവല്ലേ രാജിവെച്ചത്? കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിയല്ലേ രാജിവെച്ചത്? ഡിബേറ്റ് വിത്ത് മാധു സജി.